രജനീകാന്ത് കമൽഹാസൻ ചിത്രങ്ങളിലെ നടി. കരിയർ തകർന്നതോടെ വേശ്യാവൃത്തി. ഒടുവിൽ എയ്ഡ്സ് ബാധിച്ച് മരിച്ചു. പലപ്പോഴും സിനിമകളെ വെല്ലുന്ന ജീവിതകഥകളാണ് നമുക്ക് ചുറ്റും ഉണ്ടാവുക. കഥകളേക്കാൾ ഞെട്ടിപ്പിക്കുന്നതും ദുരന്തപൂർണവുമായ ജീവിത സാഹചര്യങ്ങളെയാണ് പല മനുഷ്യരും നേരിടുന്നതും. അത്തരത്തിൽ കേൾക്കുന്ന ആരുടെയും കണ്ണിനെ ഈർന്നണിയിക്കുന്ന ദുരന്തപൂർണമായ ജീവിതകഥയാണ് ഈ പ്രമുഖ നടിയുടേത്. സിനിമാ മേഖലയിലെ ഒരു കറുത്ത പാടെന്ന് വിശേഷിപ്പിക്കുന്ന ദുരന്തങ്ങളാണ് ഈ നടിക്ക് ജീവിത സാഹചര്യങ്ങളിൽ ഒരുക്കിയത്. രജനീകാന്തിന്റെയും കമലിന്റെയും സിനിമകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന ഈ നടി തന്റെ അവസാന കാലത്ത് ദുരന്തപൂർണമായ യാതനകളാണ് അനുഭവിച്ചത്. മറ്റാരുമല്ല, നടി നിഷ നൂർ. പ്രമുഖ നായക നടന്മാരുടെ സിനിമകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു നിഷ. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്ന ഇവർക്ക് ആരാധകർ ഏറെയാണ്. മലയാളി പ്രേക്ഷകർക്കും നിഷ പരിചിതയാണ്. ചുവപ്പുനാട, മിമിക്സ് പരേഡ്, അയ്യർ ദ ഗ്രേറ്റ്, ദേവാസുരം എന്നീ സിനിമകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ നിഷ അവതരിപ്പിച്ചു. 1980 പുറത്തിറങ്ങിയ മംഗളനായകി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് നിഷ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് ഇളമൈക്കോലം, എനക്ക കാത്തിരു, കമലിന്റെ ടിക് 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 എന്നിവയിൽ അഭിനയിച്ചു. വിസുവിന്റെ അവൾ സുമംഗലി, രജനീകാന്തിന്റെ ശ്രീ രാഘവേന്ദ്ര, ബാലചന്ദ്രന്റെ കല്യാണ അഗതികൾ തുടങ്ങി നിരവധി ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും തന്റെ സിനിമാ കരിയറിൽ വിചാരിച്ച തരത്തിലുള്ള ഉയർച്ച ഉണ്ടാക്കാനായി നിഷയ്ക്ക് സാധിച്ചിരുന്നില്ല. സിനിമയിൽ അവസരങ്ങൾ ലഭിക്കാതെ സാമ്പത്തികമായും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു നടി. കാലങ്ങൾ മുന്നോട്ടു പോകവേ നിഷയെ ദാരിദ്ര്യം വല്ലാതെ ബാധിച്ചു. കുടുംബത്തിൽ നിന്ന് അവർക്ക് ഒരു സഹായവും ലഭിച്ചില്ല. കൗമാരത്തിന്റെ തുടക്കത്തിൽ തന്നെ നിഷ തന്റെ കസിനുമായി വിവാഹിതയായിരുന്നു. പക്ഷേ പിന്നീട് ദമ്പതികൾ വിവാഹമോചനം നേടിയെന്നും ആ ബന്ധത്തിൽ അവർക്ക് 2 പെൺമക്കളുള്ളതായും പറയപ്പെടുന്നു. ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ട നിഷയെ ഒരു നിർമ്മാതാവ് വേശ്യാവൃത്തിക്ക് നിർബന്ധിച്ചുവെന്നും അതിനുശേഷം ആരും അവളെ സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിച്ചില്ലെന്നും കിംവദന്തികൾ പടർന്നിരുന്നു. ഒടുവിൽ 2007 നിഷയ്ക്ക് HIV പോസിറ്റീവാണെന്ന് കണ്ടെത്തുന്നത്. ശരീരം മെലിഞ്ഞ് എല്ലുകൾ ഒട്ടിയ അവസ്ഥയിലായിരുന്നു. ഒരു നടിയാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം അവർ മാറിപ്പോയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ആ അവസ്ഥയിൽ ഒരു മതസംഘടന അവരെ സഹായിച്ചതായി പറയപ്പെടുന്നു. ഒടുവിൽ 2007 ഏപ്രിൽ 23 അവർ മരണത്തിന് കീഴടങ്ങി.